നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ തൃതീയ സ്കന്ധത്തിലെ കുമാരികാ കഥനം ആണ് വായിച്ചത്. ഇനി വായിക്കുന്നത് രാമായണ കഥ ആണ്. അത അഷ്ടവിംശോധ്യായ രാമായണ കഥ. ജനമേജയ ഉവാച. കഥം രാമേണ തച്ഛീർണം വ്രതം ദേവ്യാ സുഖപ്രദം രാജ്യഭ്രഷ്ടാ കഥം സോ അത കഥം സീതാ ഹൃതാ പുനാ. രാമൻ ദേവിയുടെ സുഖപ്രദമായ നവരാത്രവ്രതം എന്തിന് അനുഷ്ഠിച്ചു? അദ്ദേഹം എങ്ങനെ രാജ്യഭ്രഷ്ടനായി? സീത എങ്ങനെ അപഹരിക്കപ്പെട്ടു? വ്യാസ ഉവാച. രാജാ ദശരഥ ശ്രീമാനയോധ്യാധിപതി പുരാ സൂര്യവംശധരശാസീധേ ഏവ ബ്രഹ്മണ പൂജകാം. പണ്ട് അയോധ്യാധിപതിയായി ദശരഥൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. സൂര്യവംശത്തിൽ ജനിച്ച അദ്ദേഹം ദേവന്മാരെയും ദ്വിജന്മാരെയും പൂജിക്കുന്നതിൽ അത്യധികം തൽപരനായിരുന്നു. ചത്വരോ ജജ്ഞിരേ തസ്യാ പുത്രാ ലോകേഷു വിശ്രുതാ രാമലക്ഷ്മണ ശത്രുഘ്നാ ഭരതശ്ചേതി നാമതാം. അദ്ദേഹത്തിന് രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നീ പേരുള്ള ലോകവിശ്രുതന്മാരായ 4 പുത്രന്മാർ ജനിച്ചു. രാജ്ഞാ പ്രിയകരാ സർവേ സദൃശാ ഗുണരൂപദാ കൗസല്യായാ സുതോ രാമ കൈകേയ്യാ ഭരതാ സ്മൃതാ. 4 പേരും രാജാവിന് പ്രിയപ്പെട്ടവരും രൂപഗുണാദികളിൽ തുല്യന്മാരുമായിരുന്നു. അവരിൽ രാമൻ കൗസല്യയുടെ പുത്രനും ഭരതൻ കൈകേയിയുടെ പുത്രനും ആയിരുന്നു. സുമിത്രാതനയൗ ജാതൗ യമളൗ തൗ മനോഹരൗ തേ ജാതാ വൈ കിശോരാശാ ധനുർബാണധരാ കിലാം. സുമിത്രയ്ക്ക് ഇരട്ടകളായ 2 പുത്രന്മാരാണ് ജനിച്ചത്. രൂപസൗന്ദര്യം തികഞ്ഞ ലക്ഷ്മണ ശത്രുഘ്നന്മാർ. അവർ എല്ലാവരും ജനിച്ചത് തന്നെ അമ്പും വില്ലും ധരിച്ചുകൊണ്ടാണെന്ന് വേണം പറയാൻ. സൂനവാ കൃതസംസ്കാരാ ഭൂപതേ സുഖവർദ്ധകാം കൗശികേനാദധാഖ്യത്യാ പ്രാർത്ഥിതോ രഘുനന്ദന. പുത്രന്മാർക്ക് യഥാവിധി സംസ്കാര കർമ്മങ്ങൾ ചെയ്ത് രാജാവ് സന്തുഷ്ടനായി. അക്കാലത്ത് ദിവസം വിശ്വാമിത്രൻ അവിടെ ചെന്ന് രഘുനന്ദനെ തൻ്റെ കൂടെ അയക്കണമെന്ന് ദശരഥനോട് ആവശ്യപ്പെട്ടു. രാഘവം മകരാക്ഷർത്തം സൂനം ഷോഡശവാർഷികം തസ്മൈ സോ അയം ദദൗ രാമം കൗശികായ സലക്ഷണം. രാമന് അന്ന് 16 വയസ്സുള്ള പ്രായമുണ്ട്. ആ രാജകുമാരനെ യാഗരക്ഷയ്ക്കായി കൂട്ടിക്കൊണ്ടുപോകാനാണ് വിശ്വാമിത്രൻ എത്തിയത്. മഹാരാജാവ് രാമനോടൊപ്പം ലക്ഷ്മണനെയും ഋഷിയോട് കൂടി പറഞ്ഞയച്ചു. തൗ സമേത്യ മുനിം മാർഗേ ജഗ്മുതാശാരുർദർശനൗ താടകാ നിഹതാ മാർഗേ രാക്ഷസീ ഘോരദർശന. പ്രിയദർശനരായ രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനോട് കൂടി പുറപ്പെട്ടു. വഴിക്ക് വെച്ച് ഘോരരൂപിണിയായ താടക എന്ന രാക്ഷസിയെ രാമൻ വധിച്ചു. രാമേണൈകേന ബാണേന മുനീനാം ദുഃഖധാ സദാ യജ്ഞരക്ഷാ കൃതം തത്ര സുബാഹുർനിഹത ഷഠ. മുനിമാർക്ക് സദാ ദുഃഖം ഉണ്ടായിരിക്കുന്ന അവളെ രാമൻ ഒരൊറ്റ അമ്പുകൊണ്ട് ആണ് കൊന്നത്. മൂർഖനായ സുബാഹുവിനെ വധിച്ച് വിശ്വാമിത്രന്റെ യാഗം രക്ഷിച്ചു. മരീചോ അധമൃതപ്രായോ നിക്ഷിപ്തോ ബാണവേകദാ ഏവം കൃത്വാ മഹത്കർമ്മ യജ്ഞസ്യ പരിരക്ഷണം. യജ്ഞവിഘാതത്തിനായി വന്ന മരീചനെ മൃതപ്രായനാക്കി അസ്ത്രവേഗത്താൽ വിദൂരത്തിൽ വിക്ഷേപിച്ചു. ഇങ്ങനെ യജ്ഞസംരക്ഷണം എന്ന മഹത്തായ കർമ്മം രാമൻ നിർവഹിച്ചു. ഗതാസ്തേ മിഥിലാം സർവേ രാമലക്ഷ്മണ കൗശിക അഹല്യാമോചിതാശാപനിഷ്പാപാസാകൃതാഫല. പിന്നീട് രാമനും ലക്ഷ്മണനും വിശ്വാമിത്രനും കൂടി മിഥിലയിലേക്ക് പുറപ്പെട്ടു. അബലയായ അഹല്യയെ ശാപത്തിൽ നിന്നും മോചിപ്പിച്ച് പാപരഹിതയാക്കി. വിദേഹനഗരേ തൗ തു ജഗ്മതുർമുനിനാ സഹ ബഭഞ്ജാ ശിവചാപം ച ജനകേന പണീകൃതാം. രാമലക്ഷ്മണന്മാർ ഇരുവരും വിശ്വാമിത്രനോട് കൂടി വിദേഹനഗരത്തിലെത്തി. ജനക മഹാരാജാവ് പന്തയം വച്ചിരുന്ന ശൈവചാപം രാമൻ ഭജിച്ചു. ഉഭയേമേ തദാ സീതാം ജാനകീ ച രമാംശജാം ലക്ഷ്മണായ ദദൗ രാജാ പുത്രീമേകാം തദോർമിളാം. ലക്ഷ്മി ദേവിയുടെ അംശഭൂതവും ജനകപുത്രിയുമായ സീതയെ രാമൻ അങ്ങനെ വിവാഹം കഴിച്ചു. മറ്റൊരു പുത്രിയായ ഊർമിളയെ ജനകൻ ലക്ഷ്മണനും നൽകി. കുശധ്വജസുതേ കന്യേ പ്രാപതുർ ഭ്രാതരാവുഭൗ തഥാ ഭരത ശത്രുഘ്നൗ സുശീലൗ ശുഭലക്ഷണൗ.
സുശീലരും ശുഭലക്ഷ്മണന്മാരുമായ ഭരതശത്രുഘ്നന്മാർ കുശധ്വജന്റെ പുത്രിമാരായ മാണ്ഡവിയെയും ശ്രുതകീർത്തിയെയും യഥാക്രമം വിവാഹം കഴിച്ചു. ഏവം ധാരക്രിയാസ്തേഷാം ഭ്രാതॄണാം ചാഭവൻ നൃപ ചതുർണാം മിഥിലായാം തു യഥാവിധി വിധാനത. ഇങ്ങനെ ആ 4 സഹോദരന്മാരുടെയും വിവാഹം യഥാവിധി മിഥിലയിൽ വെച്ച് നടത്തപ്പെട്ടു. രാജയോഗ്യം സുതം ദൃഷ്ട്വാ രാജാ ദശരഥസ്തദാ രാഘവായ ധുരം ദാതും മനഃശക്രേ നിജായ വൈ. രാജഭരണത്തിന് യോഗ്യനായിരിക്കുന്ന തൻ്റെ പുത്രൻ എന്നതുകൊണ്ട് ദശരഥ മഹാരാജാവ് ഭരണഭാരം രഘുകുമാരനെ ഏൽപ്പിക്കണമെന്ന് മനസ്സാ തീരുമാനിച്ചു. സംഭാരം വിഹിതം ദൃഷ്ട്വാ കൈകേയീ പൂർവകൽപ്പിതൗ വരൗ സംപ്രാർത്ഥയാമാസ ഭർത്താരം വശവർത്തിനാം. രാമനെ രാജാവാക്കാൻ ഒരുക്കങ്ങൾ ചെയ്യുന്നുവെന്ന് കണ്ട കൈകേയി തൻ്റെ വശവർത്തിയായ ഭർത്താവിനോട് പണ്ട് പ്രതിജ്ഞ ചെയ്തിരുന്ന 2 വരങ്ങൾ അപ്പോൾ തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടു. രാജ്യം സുതായ ചൈകേന ഭരതായ മഹാത്മനെ രാമായ വനവാസം ചതുർദശ സമാസ്തത. തൻ്റെ മകനും മഹാത്മാവുമായ ഭരതന് രാജ്യം നൽകണമെന്നായിരുന്നു കൈകേയി ആവശ്യപ്പെട്ട ഒരു വരം. മറ്റേത് രാമനെ 14 വർഷത്തേക്ക് വനവാസത്തിന് അയക്കണമെന്നും. രാമാസ്തു വചനാത് തസ്യ സീതാ ലക്ഷ്മണ സംയുതാ ജഗാമാദണ്ഡകാരണ്യം രാക്ഷസൈരുപസേവിതം. രാമൻ കൈകേയിയുടെ വാക്കനുസരിച്ച് സീതയോടും ലക്ഷ്മണനോടും കൂടി രാക്ഷസർ വസിക്കുന്ന ദണ്ഡകാരണ്യത്തിലേക്ക് പോയി. രാജാ ദശരഥാപുത്ര വിരഹേണ പ്രപീഡിത ജഹു പ്രാണാനമേയാത്മാ പൂർവശാപാമനുസ്മരൽ. ദൃഢചിത്തരായ ദശരഥ മഹാരാജാവ് പുത്രവിരഹത്താൽ അത്യധികം സംതപ്തനായി തനിക്ക് പണ്ട് കേട്ടിരുന്ന ശാപത്തെയും ഓർത്തുകൊണ്ട് പ്രാണൻ ഉപേക്ഷിച്ചു. ഭരതാപിതരം ദൃഷ്ട്വാ മൃതം മാതൃകൃതേന വൈ രാജമൃദ്ധം ജഗ്രാഹ ഭ്രാതോ പ്രിയചികീർഷയ. തൻ്റെ മാതാവ് നിമിത്തമാണ് പിതാവ് മരണപ്പെട്ടതെന്നറിഞ്ഞ ഭരതൻ സഹോദരന്റെ പ്രീതിക്ക് വേണ്ടി സമ്പന്നമായ ആ രാജ്യം സ്വീകരിച്ചില്ല. പഞ്ചവട്യാം വസൻ രാമോ രാവണാവരജാം വനേ ശൂർപ്പണകാം വിരൂപാം വൈ ചകാരാതിരാതുരാം. പഞ്ചവടിയിൽ പാർക്കുന്ന കാലത്ത് രാമൻ രാവണന്റെ സഹോദരിയും അത്യന്തം കാമപീഡിതയുമായ ശൂർപ്പണഖയെ വിരൂപയാക്കി. ഖരാദയസ്തു താം ദൃഷ്ട്വാ ഛിന്നനാസാം ശിശാചര ചക്രു സംഗ്രാമമതുലം രാമേണാമിത തേജസ. ഖരൻ തുടങ്ങിയ രാക്ഷസന്മാർ മൂക്കുമുറിക്കപ്പെട്ട ശൂർപ്പണഖയെ കണ്ട് അതിന് കാരണക്കാരനും അതിതേജസ്വിയുമായ രാമനുമായി അതിഭയങ്കരമായി യുദ്ധം ചെയ്തു. സജഗാന ഖരാദീശ ദൈത്യാനതിബലാന്വിതാൻ മുനീനാം ഹിതമന്വേച്ഛൻ രാമ സത്യപരാക്രമാം. മുനിയുടെ ക്ഷേമം ആഗ്രഹിക്കുന്ന സത്യസന്ധനായ രാമൻ ആ യുദ്ധത്തിൽ വെച്ച് അതിബലശാലികളായ ഖരൻ തുടങ്ങിയ രാക്ഷസന്മാരെ വധിച്ചു. ഗത്വാ ശൂർപ്പണഖാലങ്കാം ഖരദൂഷണഗാധനം ദൂഷിതാ കഥയാമാസ രാവണായ ച രാഘവാത്. ശൂർപ്പണഖ ലങ്കയിൽ ചെന്ന് തനിക്ക് അംഗമംഗം സംഭവിച്ച കാര്യങ്ങളും രാമൻ ഖരദൂഷണാദികളെ വധിച്ച കാര്യവും രാവണനെ അറിയിച്ചു. സോ അഭിശ്രുത്വാ വിനാശം തം ജാതാ ക്രോധവശാഖല ജഗാമാരഥമാരുഹ്യ മരീചാസ്യം ശ്രമം തഥാ. ഖരദൂഷണന്മാരെ വധത്തെപ്പറ്റി കേട്ട ദുഷ്ടനായ രാവണൻ കോപം കൊണ്ട് ജ്വലിച്ചു. രഥത്തിൽ കയറി വേഗം മരീച ആശ്രമത്തിലേക്ക് ചെന്നു. കൃത്വാ ഹേമമൃഗം നേതും പ്രേഷയാമാസ രാവണ സീതാ പ്രലോഭനാർത്ഥായ മായാവിന് വിനമസംഭവം. മരീചൻ വലിയ മായാവിയാണ്. പൂർവമായ പൊന്മാനിൻ്റെ വേഷത്തിൽ രാമാശ്രമത്തിൽ ചെന്ന് സീതയെ മോഹിപ്പിച്ച് ദൂരത്തേക്ക് നയിക്കുന്നതിന് പ്രേരണ നൽകി രാവണൻ മരീചനെ പറഞ്ഞയച്ചു. സോ അധ ഹേമമൃഗോ ഭൃത്വാ സീതാ ദൃഷ്ടിപദം ഗതാ മായാവി ചാതിചിത്രാംഗശരൻ പ്രബലവന്ത്രിതാമന്തികെ. മായാവിയായ ആ മരീചൻ പൊന്മാനിൻ്റെ വേഷത്തിൽ സീതയുടെ ദൃഷ്ടിപഥത്തിലെത്തി. അവൻ്റെ സർവാംഗങ്ങളും അത്ഭുതകരങ്ങളായിരിക്കുന്നു. ആ മൃഗം പർണകുടീരത്തിനടുത്ത് വേഗം ചുറ്റി നടക്കാൻ തുടങ്ങി. തം ദൃഷ്ട്വാ ജാനകി പ്രാഹ രാഘവം ദൈവനോദിത ചർമായ നയസ്വ കാംദേദി സ്വാധീനപതികായത. ഭർത്താവിനെ സ്വശത്താക്കിയവളെ പോലെ വഞ്ചിതയായ ആ സീത മാനിനെ കണ്ട് രാമനോട് പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, എനിക്ക് ആ സ്വർണ്ണമൃഗത്തിൻ്റെ തോല് കൊണ്ടുവന്നു തരൂ. അവിചാര്യതാ രാമോ അഭി തത്ര സംസ്ഥാപ്യ ലക്ഷ്മണം ശശരം ധനു രാധായ യയോ മൃഗപദാനുഗ. രാമൻ മറ്റൊന്നും ചിന്തിക്കാതെ ലക്ഷ്മണനെ അവിടെ നിർത്തി വിട്ട് അമ്പും വില്ലും എടുത്തുകൊണ്ട് മാൻ നടന്ന വഴി നോക്കിപ്പോയി.
സാരംഭോ അഭിഹരിം ദൃഷ്ട്വാ മായാകോടിവിശാരദാ ദൃശ്യാദൃശ്യോ ബഭൂവാദാ ജഗാമാജവനാന്തരം. രാമനെ കണ്ടപ്പോൾ അനേകം മായകൾ കാട്ടാൻ കഴിവുള്ള ആ മാൻ കണ്ടില്ലെന്ന മട്ടിൽ ഓടിച്ചാടി ഘോരമായ കാട്ടിനുള്ളിലേക്ക് കടന്നു. മത്വാസ്തഗതം രാമാം ക്രോധാകൃഷ്ടധനു പുനാ ജഗാനാചാതിതീക്ഷ്ണേന ശരണേ കൃത്രിമം ഗൃഹം. കൈക്കലെത്തിയെന്ന് കണ്ടപ്പോൾ രാമൻ ക്രോധത്തോടെ വില്ലെടുത്ത് കുലച്ച് തീക്ഷ്ണമായ അമ്പു തൊടുത്ത് അതിൻ്റെ നേർക്ക് അയച്ചു. സഹതോ അതിബലോ ബലാത്തേന ചുക്രോശാഭൃശ ദുഃഖിതാഹ ലക്ഷ്മണ അതോ അസീം നീതി മായാവി നശ്വരകല. ആ അമ്പ് ആഞ്ഞു തറച്ച വേദനയോടെ മായാവിയും അല്പനും ദുഷ്ടനുമായ മരീചൻ അത്യുച്ചത്തിൽ വിളിച്ചു കരഞ്ഞു. ഹാ ലക്ഷ്മണ, എന്നെ കൊന്നല്ലോ. സശബ്ദസ്തു മുലസ്താവത് ജാനാക്യാ സംശ്രുതസ്തഥാ രാഘവസ്യേതി സഹമത്വാ ധീനാം ദേവരമബ്രവീത്. അത്യന്തം ദീനമായ ആ ശബ്ദം കേട്ട് ഉടൻ ജാനകി ഹാ, അത് രാമന്റെ ശബ്ദമാണല്ലോ എന്ന് വിചാരിച്ച് ധീനയായി ലക്ഷ്മണനോട് പറഞ്ഞു. ഗച്ഛ ലക്ഷ്മണ പൂർണം ത്വം ഹതോ അസൗ രഘുനന്ദന ത്വാമാഹ്വയതി സൗമിത്രേ സാഹായം കുരു സത്വരം. ലക്ഷ്മണ, നീ വേഗം ചെല്ല്, രഘുനന്ദനന് മുറിവേറ്റിരിക്കുന്നു. സ്വാമി സൗമിത്രേ, അദ്ദേഹം നിന്നെ വിളിക്കുന്നു, വേഗം ചെന്ന് സഹായിക്കൂ. തത്രാഹ ലക്ഷ്മണ സീതാഭംബ രാമാവധാതഭി നാഹം ഗച്ഛേ അദ്യ മുക്തോ ത്വാമാസഹായാമിഹാശ്രമേ. അത് കേട്ട ലക്ഷ്മണൻ സീതയോട് പറഞ്ഞു, അമ്മ രാമേ, രാമൻ മരിച്ചാൽ പോലും ഞാൻ ഈ ആശ്രമത്തിൽ നിന്നും ഇപ്പോൾ ഭവതിയെ സഹായിക്കാൻ ആരുമില്ലാതെ വിട്ടുപോവുകയില്ല. ആജ്ഞാമേ രാഘവസ്യാത്ര തിഷ്ഠേതി ജനകാത്മജേ തദതിക്രമഭീതോ അഹം ന ത്യജാമി തവാന്തികം. ഹേ ജാനകി, എന്നോട് രാമചന്ദ്രൻ കൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ നിൽക്കാനാണ്. ആ ആജ്ഞ തെറ്റിക്കാൻ എനിക്ക് ഭയമായതുകൊണ്ട് ഭവതിയുടെ സമീപത്ത് നിന്നും പോവുകയില്ല. ഹൃദം വൈരാഘവം ദൃഷ്ട്വാ വനേ മായാവിനാ കില ത്യക്ത്വാ തം നാദിഗച്ഛാമി പദമേകം ശുചിസ്മിതേ. മായാവിയായ അവൻ്റെ പിന്നാലെ അപഹൃതചിത്തനായി രാമൻ വനത്തിൽ പോയിരിക്കെ ഭവതിയെ വെടിഞ്ഞ് ഞാൻ ഒരടി പോലും ദൂരത്തേക്ക് പോവുകയില്ല. കുരു ധൈര്യം ന മന്യേ അദ്യ രാമം ഹന്തും ക്ഷമം ക്ഷിതൗ നാഹം ത്യക്ത്വാ ഗമിഷ്യാമി വിലങ്ക്യ രാമഭാഷിതം. ധൈര്യമായിരിക്കും, രാമനെ ഹനിക്കാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാമന്റെ കൽപ്പനയെ അതിലംഘിച്ച് ഞാൻ ഭവതിയെ വിട്ടുപോവുകയുമില്ല. വ്യാസ ഉവാച. രുദതി സുദതി പ്രാഹാതം ദദാ വിധിനോദിതാ അക്രൂരവചനം ക്രൂരം ലക്ഷ്മണം ശുഭലക്ഷണം. സീത ക്രൂര സ്വഭാവമായെങ്കിലും അല്ലെങ്കിലും ആ സമയത്ത് ശുഭലക്ഷണനായ ലക്ഷ്മണനോട് പറഞ്ഞ വാക്ക് വളരെ ക്രൂരമായിരുന്നു. വിധിവഞ്ചിതയായ അവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു, അഹം ജാനാമി സൗമിത്രേ സാനുരാഗം ച മാം പ്രതി പ്രേരിതം ദരദേനേവാമദർത്ഥമിഹ സംഘതം. എനിക്കറിയാം ലക്ഷ്മണ, നീ എന്നിൽ അനുരാഗമുള്ളവനാണെന്ന്. ഭരതൻ പ്രേരിപ്പിച്ചിട്ട് എന്നെ നേടാൻ വേണ്ടി വന്നിരിക്കുകയാണ് നീ. നാഹം തഥാ വിധാനാരി സ്വൈരിണി ഗുഹകാദവ മൃദേ രാമേ പതിം ത്വാം ന കർത്തുമിച്ഛാമി കാമദ. പഞ്ചകാതമ, ഞാൻ അത്തരത്തിൽ സ്വൈരിണിയായ പെണ്ണല്ല. രാമൻ മരിച്ചാൽ പോലും നിന്നെ ഞാൻ ഇഷ്ടപ്പെടി ഭർത്താവാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നാഗമിഷ്യതി ചോദ്രാമോ ജീവിതം സദ്യജാമ്യഹം വിനാതേന ജീവാമി വിദുരാ സുഖിതാവൃഷം. രാമൻ വനത്തിൽ നിന്നും വരാത്ത പക്ഷം ഞാനും ജീവനൊടുക്കും. അവനെ കൂടാതെ എനിക്കൊരു ജീവിതമില്ല. രാമനെ പിരിഞ്ഞ് ദുഃഖിച്ച് എനിക്ക് ജീവിക്കണ്ട. ഗച്ഛവാ തിഷ്ഠ സൗമിത്രി ന ജാനേ അഹം തവേപ്സിതം ഗതം തേ അദ്യ സൗഹാർദ്ദം ജ്യേഷ്ഠേ ധർമ്മരതേ കില. ലക്ഷ്മണ, നിനക്ക് പോവുകയോ നിൽക്കുകയോ ചെയ്യാം. നിന്റെ ഇഷ്ടം എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ധർമ്മനിരതനായ നിന്റെ ജ്യേഷ്ഠനിലുള്ള സൗഹാർദ്ദം ഇപ്പോൾ ഇവിടെ പോയി. തശ്രുത്വാ വചനം തസ്യ ലക്ഷ്മണോ ദീനമാനസ പ്രോവാചാരുദ്ധഖണ്ഡസ്തു താം തഥാ ജനകാത്മജാം. അവൾ പറഞ്ഞത് കേട്ട് ദീനചിത്തനായ ലക്ഷ്മണൻ ആ ജനകപുത്രിയോട് കണ്ഠമിടറിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കിമാഥാ കിഷിതിചേ വാക്യം മയി ക്രൂരതരം കില കിം വദസ്യത്യനിഷ്ടം തേ ഭാവി ജാനേധ്യാഹ്യം. ഭൂമിപുത്രി, നീ എന്നോട് പറഞ്ഞ വാക്ക് വളരെ ക്രൂരമായി പോയി.
നീ എന്തു പറയുന്നു? നിനക്ക് അത്യാപത്ത് അടുത്തിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഇത്യുക്ത്വാ നിര്യോ വീരസ്താം ത്യക്ത്വാ പ്രരുദൻ വൃഷം അഗ്രജസ്യേയോ പശ്യൻ ശോകാർത്താ പൃഥിവീപതേ എന്ന് പറഞ്ഞ് ഉറക്കെ കരഞ്ഞുകൊണ്ട് വീരനായ ലക്ഷ്മണൻ അവളെ ഉപേക്ഷിച്ച് ജ്യേഷ്ഠനെ തിരക്കി ദുഃഖിതനായി ഇറങ്ങിപ്പോയി. ഗതേ അത ലക്ഷ്മണേ തത്ര രാവണ കപടാകൃതി ഭിക്ഷുവേഷം തതഃ കൃത്വാ പ്രവിവേശ തദാശ്രമേ. ലക്ഷ്മണൻ പോയ ഉടൻ തന്നെ ആ ആശ്രമത്തിലേക്ക് ഒരു ഭിക്ഷുവിൻ്റെ കപടവേഷത്തിൽ രാവണൻ കടന്നു ചെന്നു. ജാനകീ തം യതിം മത്വാ ദത്വാർഘ്യം വന്യമാധരാത് ഭൈക്ഷ്യം സമർപ്പയാമാസ രാവണായ ദുരാത്മനെ. അതൊരു സന്യാസിയാണെന്ന് വിചാരിച്ച് ജാനകി ദുരാത്മാവായ ആ രാവണന് അർഘ്യവും വന്യഭക്ഷണവും സമർപ്പിച്ചു. താം പപ്രച്ഛത സുദുഷ്ടാത്മാ നമ്രപൂർവം മൃദുസ്വരം കാ അസി പത്മഭസ്ഫല സാക്ഷി വനേ ചൈകാകിനി പ്രിയേ. ദുഷ്ടനായ ആ രാവണൻ വിനയത്തോടെ മൃദുസ്വരത്തിൽ അവളോട് ചോദിച്ചു, ഹേ സുന്ദരി, നീ ആരാണ്? പ്രിയേ, വനത്തിൽ ഏകാഗിയായി കഴിയുന്നതെന്ത്? പിതാകസ്തേ അഥവാ മോരോ ഭ്രാതാ കാക്കപതിസ്തവ മൂഢേ വൈകാകിനി ചാത്രാസ്തിതാസി വരവർണിനി. നിന്റെ പിതാവ് ആര്? ഹേ സുന്ദരി, നിന്റെ സഹോദരൻ ആര്? ഭർത്താവ് ആര്? ഒട്ടും അറിവില്ലാത്തവളെ പോലെ ഏകാഗിയായിട്ടാണല്ലോ നീ ഇവിടെ വസിക്കുന്നത്. നിർജ്ജനേ വിപിനേ കിം ത്വം സൗദാർഹ ത്വമസി പ്രിയേ ഉടജേ മുനിപത്നീവദ്യേഹവകാന്യാ സമപ്രഭ. നീ ഈ കാട്ടിൽ എന്തിനു കഴിയുന്നു? പ്രിയേ, മണിമാളികയിൽ കഴിയേണ്ടവളാണ് നീ. ദേവനാരിക്ക് തുല്യായ നീ മുനിപത്നിയെപ്പോലെ ഈ പർണശാലയിൽ കഴിയുകയാണോ? വ്യാസോ ഉവാച ഇതേതദ്വചനം ശ്രുത്വാ പ്രത്യുവാച വിദേഹജ ദിവ്യം ദിഷ്ട്യാ യതിം ജ്ഞാത്വാ മന്ദോദര്യാപതിം തഥാ. അവൻ്റെ ഇപ്രകാരമുള്ള വാക്കുകേട്ട് വിദേഹജ അവനൊരു ദിവ്യനായ യതിയാണെന്ന് വിദേശാൽ തോന്നി. ആ മന്ദോദരീപതിയായ രാവണനോട് ഇങ്ങനെ പറഞ്ഞു. രാജാ ദശരഥ ശ്രീമാ ശത്വാരാസ്തസ്യ വൈ സുതാ തേഷാം ജ്യേഷ്ഠ പതിർമേ അസ്തി രാമനാമേതി വിശ്രുത. ദശരഥൻ എന്നൊരു രാജാവുണ്ട്. അദ്ദേഹത്തിന് 4 പുത്രന്മാരുമുണ്ട്. അവരിൽ ജ്യേഷ്ഠനും ലോകവിശ്രുതനുമായ രാമനാണ് എൻ്റെ ഭർത്താവ്. വിവാസിതയോ അധ കൈകേയോ കൃതേ ഭൂപതിനാവരേ ചതുർദശ സമാരാമോ വസത്തെ അത്ര ലസലക്ഷണ. രാജാവ് കൈകേയിക്ക് നൽകിയ വരത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വനവാസം വരിക്കേണ്ടി വന്നു. 14 വർഷം വനത്തിൽ അദ്ദേഹത്തിന് ലക്ഷ്മണനോട് കൂടി വസിക്കണം. ജനകസ്യ സുതാചാഹം സീതാ നാംനേതി വിശ്രുത ഭക്വാ ശൈവം ധനു കാമം രാമേണാഹം വിവാഹിത. ജനകരാജാവിൻ്റെ വിഖ്യാതയായ പുത്രി സീതയാണ് ഞാൻ. ശൈവചാപം വഞ്ചിച്ച് രാമൻ എന്നെ വിവാഹം കഴിച്ചു. രാമബാഹുബലേനാത്ര വസാവോ നിർഭയാവനെ കാഞ്ചനം മൃഗമാലോക്യാഹം തുമ്മേ നിർഗതപതി. രാമൻ്റെ കൈക്കരുത്തിൻ്റെ കീഴിൽ ഞങ്ങൾ ഈ വനത്തിൽ നിർഭയം കഴിയുന്നു. ഒരു സ്വർണ്ണമൃഗത്തെ കണ്ട് അതിനെ പിടിക്കാനായി പോയിരിക്കുകയാണ് എൻ്റെ ഭർത്താവ്. ലക്ഷ്മണോ അഭി പുനഃശ്രുത്വാ രവം ഭ്രാതുർഗതോ അധുനാ തയോ ബാഹുബലദത്ര നിർഭയാഹം വസാമി വൈ. ലക്ഷ്മണനും സഹോദരൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് പോയതേയുള്ളൂ. ആ 2 പേരുടെയും കൈക്കരുത്ത് കൊണ്ട് ഞാൻ ഭയപ്പെടാതെ ഇവിടെ കഴിയുന്നു. മയേദം കഥിതം സർവം വൃത്താന്തം വനവാസകേ തേ അത്ര ഗത്യാഹണാം തേ വൈ കരിഷ്യന്തേ യഥാവിധി. വനവാസത്തിൻ്റെ കഥയെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവർ ഉടനെ ഇവിടെ എത്തും. എത്തിയാൽ ഉടൻ അങ്ങേക്ക് യഥാവധി അതിഥി പൂജ ചെയ്യും. യഥർവിഷ്ണു സ്വരൂപോ അസി തസ്മാത് ത്വം പൂജിതോ മയാ ആശ്രമോ വിപിനേ ഘോരേ കൃതോ അസ്തി രക്ഷസാം കുലേ. വിധിയായ അങ്ങ് വിഷ്ണു സ്വരൂപനാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയെ പൂജിച്ചു. രാക്ഷസന്മാർ വസിക്കുന്ന ഘോരമായ വനത്തിലാണ് ഈ ആശ്രമം നിർമ്മിച്ചിരിക്കുന്നത്. തസ്മാത് ത്വാം പരിപൃച്ഛാമി സത്യം ബ്രൂഹി മമാഗ്രത കോ അസി ത്രിദണ്ഡിരൂപേണ വിപിനേ ത്വം സമാഗത. അത് കേട്ട് ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, എൻ്റെ മുമ്പിൽ സത്യം പറയണം. സന്യാസവേഷത്തിൽ ഈ വനത്തിൽ വന്നിരിക്കുന്ന അങ്ങ് ആരാണ്? രാവണ ഉവാച ലങ്കേശോ അഹം നരാളാക്ഷി ശ്രീമാൻ മന്ദോദരീപതി ഉത്കൃതേ തു കൃതം രൂപം മയേതം ശോഭനാകൃതേ. ഹേ മരാളാക്ഷി, ഞാൻ ലങ്കാധിപതിയാണ്. മന്ദോദരിയുടെ ഭർത്താവാണ്. ഹേ
മണ്ഡോദരിയുടെ ഭർത്താവാണ്. ഹേ ശോഭനഗാത്രി, നിനക്കു വേണ്ടിയാണ് ഞാൻ ഈ രൂപം ധരിച്ചത്. ആഗതോഹം വരാരോഹേൻ ഭഗിന്യാ പ്രേരിതോ അത്ര വൈ ജനസ്തേനേഹതൗ ശ്രുതൗ പ്രാതുരൗ ഖരദൂഷണൗ. ജനസ്ഥാനത്ത് വെച്ച് എൻ്റെ സഹോദരന്മാരായ ഖരദൂഷണന്മാർ ഇരുവരും കൊല്ലപ്പെട്ടതായി സഹോദരിയിൽ നിന്നും അറിഞ്ഞു. അവൾ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ നിന്റെ സമീപത്തേക്ക് വന്നിരിക്കുന്നത്. അംഗീകുരോ നൃപം മാം ത്വം തിക്ത്വാ തം മാനുഷം പതിം രാജ്യം ഗതശ്രീകം നിർഭലം വനവാസിനം. രാജ്യം നഷ്ടപ്പെട്ട് ഐശ്വര്യവും പോയി സൈന്യവും ഇല്ലാതെ കാട്ടിൽ കഴിയുന്ന മനുഷ്യനായ ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് നീ രാജാവായ എന്നെ ഭർത്താവായി സ്വീകരിച്ചാലും. പട്ടരാജ്ഞി ഭവാത്വം മേ മന്ദോദര്യോപരിസ്ഫുടം ദാസോ അസ്മി തവ തന്വംഗി സ്വാമിനി ഭവഭാമിനി. മന്ദോദരിക്ക് മീതെ എൻ്റെ ഭട്ടമഹിഷിയായി ഭവിക്കൂ. ഹേ സുന്ദരി, നിന്റെ ദാസനാണ് ഞാൻ. നീ എൻ്റെ സ്വാമിനിയായി തീർന്നാലും. ജേതാഹാം ലോകപാലാനാം പദാമി തവ പാദയോ കരം ഗൃഹാണാമേ അദ്യാത്വം സനാദം ഗുരു ജാനകി. ലോകപാലന്മാരുടെ ജേതാവായ ഞാൻ നിന്റെ കാൽക്കൽ വീഴുകയാണ്. ഹേ ജാനകി, നീ എൻ്റെ കരം ഗ്രഹിച്ച് എന്നെ നാഥനാക്കിയാലും. പിതാ തേ യാചിതാ പൂർവം മയാ വൈ ത്വത്കൃതേ അബലേ ജനകോ മാമുവാചേഥം കണബന്ധോ മയാ കൃത. പണ്ട് നിന്റെ പിതാവിനോട് ഞാൻ നിന്നെ ആവശ്യപ്പെട്ടതാണ്. പന്തയം ഞാൻ തീരുമാനിച്ചു പോയി. എന്താണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്? രുദ്രജാഭയാന്നാഹം സംപ്രാപ്തസ്തു സ്വയംവരേ മനോമേ സംസ്ഫിതം താവത് നിമഗ്നം വിരഹാതുരം. രുദ്രചാപത്തെ ഭയന്ന് അന്ന് ഞാൻ സ്വയംവരത്തിന് എത്തിയില്ല. അന്നു മുതൽ എൻ്റെ ഹൃദയം വിരഹതാപത്താൽ മുഴുകിയിരിക്കുകയാണ്. വനേ അത്ര സംസ്ഥിതാം ശ്രുത്വാ പൂർവാനുരാഗമോഹിത ആഗതോ അസ്മ്യസിതാപാംഗേ സ്തഫലം കുരുമേ ശ്രമം. നീ ഈ വനത്തിൽ വസിക്കുകയാണെന്ന് കേട്ട് പൂർവാനുരാഗത്താൽ മോഹിതനായി ഞാൻ വന്നിരിക്കുകയാണ്. ഹേ സുമുഖി, നീ എൻ്റെ ശ്രമം സഫലമാക്കിയാലും. ഇത് ശ്രീദേവി ഭാഗവതേ തൃതീയ സ്കന്ധേ അഷ്ടവിംശോധ്യായ. ഓം മഹാദേവേ നമഃ.